അത് ഞാൻ ഏതെങ്കിലും നേതാവിനെതിരെ പറയണമെന്നുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി വന്നൊരു കാര്യമല്ല. സ്ത്രീ പക്ഷ നിലപാടുള്ള ഒരു പാർട്ടി കോൺഗ്രസ് തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. ഈ കോൺഗ്രസിലെ ഒരു വനിതാ മുസ്ലിം നേതാവ് എന്ന നിലക്ക് ആ ഒരു ഐഡന്റിറ്റി സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരായിരിക്കണം മുഖ്യമന്ത്രി? അല്ലാത്തവരെ അരിഞ്ഞു വീഴ്ത്തും, ചിലപ്പോൾ 56 വെട്ടി കൊന്നിരിക്കും അഭിപ്രായം പറഞ്ഞാൽ. അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളി പറയാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ തള്ളി പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർത്ത് പറയുന്നു, ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. KPCC കോർ കമ്മിറ്റി അംഗം ഷാനിമോൾ ഉസ്മാനാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അടുത്തൊരു 10 ദിവസം കഴിഞ്ഞാൽ വോട്ടെടുപ്പായി. കോൺഗ്രസിന്റെയും മുന്നണിയുടെ ഒരു പ്രതീക്ഷ എത്രത്തോളാണ്? ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ വികാരം ജനങ്ങളിൽ ഒന്നാകെ തന്നെയുണ്ട്. കേരളത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഒന്നാമത് രണ്ടാമത്തെ തവണ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോൾ അവർ സത്യത്തിൽ അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള മൂല്യങ്ങൾ അതിൽ നിന്നൊക്കെ പുറകോട്ട് വല്ലാതെ പോയിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തുണ്ടാകുന്ന തകർച്ച നമ്മൾ കാണുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു തനിയാവർത്തനം നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഒരു കാലത്തും എടുക്കാത്ത തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഈ മിഷൻ 25 എന്ന പേരിൽ കേരളത്തിലാകമാനം നടത്തിയിട്ടുണ്ട്. മിഷൻ 25 വയനാട്ടിൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളുടെ ക്യാമ്പിൽ അഖിലേന്ത്യാ നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പിലൂടെ വന്നിട്ടുള്ള ഒരു ആശയമാണ്. അപ്പോൾ മിഷൻ 25 തുടങ്ങുന്നതിൻ്റെ കാരണം തന്നെ മിഷൻ 24 പാർലമെൻറ്റ് ഇലക്ഷനിൽ വലിയ വിജയം ഉണ്ടാക്കാൻ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഷൻ 25 എന്ന പേരിൽ വലിയ മുന്നൊരുക്കമെന്ന് പറയുമ്പോൾ ജില്ലാതലത്തിലുള്ള ചാർജ്, വെറും ചാർജ് മാത്രമല്ല, ജില്ലാതലത്തിലുള്ള ചാർജ്, അതിനകത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഏകോപനങ്ങൾ, ജില്ലാതലത്തിലുള്ള കോർ കമ്മിറ്റി, അതിന് താഴെ ബ്ലോക്ക് തലത്തിലുള്ള നിയോജകമണ്ഡലം തലത്തിലുള്ള കോർ കമ്മിറ്റികൾ, പഞ്ചായത്ത് തലത്തിലുള്ള കോർ കമ്മിറ്റികൾ, വാർഡ് കമ്മിറ്റികളുടെ പൂർത്തീകരണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പതിവിന് വിപരീതമായിട്ട് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. ഈ മിഷൻ 25ൻ്റെ ഭാഗമായിട്ട് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഭവന സന്ദർശന പരിപാടികൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തിലധികമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. അതിനോടൊപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ചില നയങ്ങളുണ്ട്, അതാണ് നടപ്പിലാക്കി വരുന്നത്. ഇടതുമുന്നണി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കറിയാം അവിടെ പലതരത്തിലുള്ള പോരായ്മകൾ കാണുന്നുണ്ട്. കാരണം ഇടതു ഭരണത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണത് കാണുന്നത്. ഇപ്പം ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ തന്നെ ഒന്ന്, ലോക്കൽ ബോഡികൾക്ക് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നില്ല. മഹാത്മാഗാന്ധിയുടെ ഒരു വലിയ ആശയമാണല്ലോ ഗ്രാമസ്വരാജ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിട്ടുള്ള 73-74 ഭരണഘടനാ ഭേദഗതി, അതിലൂടെ വന്നിട്ടുള്ള പഞ്ചായത്തി രാജ്, അതുപോലെ നഗരപാലിക നിയമങ്ങൾ, അതിനകത്ത് പറയുന്നത് തന്നെ ഗ്രാമങ്ങൾ തന്നെയായിരിക്കണം അവരുടെ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് അവരുടെ ആ ഗ്രാമത്തിൻ്റെ സർക്കാരായിട്ട് മാറണമെന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാതെ അവയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന ശ്രമം നടത്തി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയിൽ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. പിന്നെ താഴെ തട്ടി എന്നുള്ള പ്രവർത്തകരുടെ നിർദ്ദേശം അനുസരിച്ച് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിബലുകൾ തുലവും കുറവാണ്. സാധാരണ ഇലക്ഷൻ ഇങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷകളുണ്ട്. ഈ 50% സംവരണം എന്ന് പറയുമ്പോഴും കോൺഗ്രസിന് സംസ്ഥാനത്തിൽ പൊതുവായ സാഹചര്യം നോക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളെ കിട്ടാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തുടക്കത്തിൽ ചിലപ്പോൾ ഞാനൊക്കെ തുടക്കത്തിലേ ഉള്ള 95 ആദ്യത്തെ
ജില്ലാ പഞ്ചായത്തിലെ അംഗമായിരുന്ന ഒരാളാണ്. എനിക്കൊന്ന് ആ കാലഘട്ടത്തിലൊക്കെ ജില്ലാ പഞ്ചായത്തിലേക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഗ്രാമതലത്തിലൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ അറിയില്ലല്ലോ ഏത് രീതിയിലാണ് ഈ നിയമത്തെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ സംവിധാനത്തെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അന്ന് വലിയ നിശ്ചയമില്ല. പക്ഷേ ഇപ്പം വല്ലാതെ മാറി. ഇപ്പോൾ 50% സംവരണം എന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് 57-58% വനിതകൾ മത്സരിക്കുക. പലയിടത്തും ജനറൽ സീറ്റിലേക്ക് വനിതാ സ്ഥാനാർത്ഥികളെ പാർട്ടികൾ നിയോഗിക്കുകയാണ്. അതൊക്കെ ഈ സംവരണം എന്ന് പറയുന്നത് അത് ഒരു ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളായിട്ടാണ് എനിക്കതിനെ പറയാനുള്ളത്. ഷാനിമോൾ ഉസ്മാൻ്റെ ഒരു വ്യക്തിപരമായ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയും സമവാക്യങ്ങളില്ലാതെ ഒരു രാഹുൽ ബ്രിഗേഡ് എന്ന രൂപത്തിലൊക്കെ ഒരുപക്ഷെ മറ്റ് ലേബലുകളില്ലാതെ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത ഒരു കാൻഡിഡേറ്റ് എന്ന നിലക്ക് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഒരു സ്വീകാര്യത കിട്ടിയിരുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു അവസരം വേണ്ട വിധം ഉപയോഗിക്കുന്നതിൽ ഒരു സ്വന്തമായി പാളിച്ച വന്നതാണോ അതല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം പരിമിതപ്പെടുത്തിയതാണോ എന്നുള്ളത്? മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടായത്. അപ്പോൾ അവിടെ ചെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴും NSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചുമതലയുള്ള ഒരു ഭാരവാഹിയായിരുന്നു ഞാൻ. കാരണം അന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്കായിരുന്നു അതിൻ്റെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു 4-5 പേരിൽ ഒരാളായിരുന്നു ഞാനും. അതിനുശേഷം നമ്മൾ ആരാണ് പിന്നോട്ടാക്കിയത്? ആരും പിന്നോട്ടാക്കിയിട്ടില്ല. വളരെ കൃത്യമായി തന്നെ പാർട്ടി എന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും എന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ അവസരം നൽകിയിട്ടുണ്ട്. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അവസരം തന്നിട്ടുണ്ട്. പാർട്ടി ആദ്യമായിട്ട് രാഷ്ട്രീയകാര്യ സമിതിക്ക് രൂപം കൊടുക്കുമ്പോൾ അതിനകത്ത് അന്ന് മുതൽ ഞാൻ തുടർച്ചയായിട്ട് അംഗമാണ്. അതിനുശേഷം ഇപ്പോൾ കോർ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുമ്പോഴും അതിനകത്ത് അംഗമാണ്. പിന്നെ ആരാണ് മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ എന്നെ പിന്നോട്ട് വലിച്ചതെന്ന് എങ്ങനെയാണ്? നമ്മൾ ഈ പദവികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം എന്നുള്ള അവസരത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഷാനിമോൾ ഉസ്മാൻ്റെ ഒരു കരിയർ ഗ്രാഫിലേക്ക് സ്വന്തമായി വിലയിരുത്തുന്ന സമയത്ത് ഈ ഒരു ഏകദേശം 40 വർഷത്തോളമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളെന്ന നിലക്ക് എൻ്റെ പെർഫോമൻസിങ് സ്റ്റേജ് ഇപ്പോഴും ഇവിടെ എത്തിയാൽ മതിയായിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഒരിക്കലും എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപക്ഷെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലല്ലായിരുന്നെങ്കിൽ ഞാൻ ആലപ്പുഴയിലെ കോടതിയിലെ ഒരു അഭിഭാഷകയായിട്ട് ഞാൻ മുന്നോട്ട് പോവുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഇന്ന് കേരളം അറിയുന്നില്ലേ? അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ചെല്ലുമ്പോൾ പാർട്ടി പ്രവർത്തകരെ തിരിച്ചറിയുന്ന ഒരു മുഖമാക്കി മാറ്റിയത് എൻ്റെ പാർട്ടിയല്ലേ. മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരുടെ മുന്നിൽ ഞാനെന്ന് പറയുന്ന ഒരാളിനെ കോൺഗ്രസിൻ്റെ ഒരു മുഖമായിട്ട് അവർ അംഗീകരിക്കുന്നില്ലേ? അതൊക്കെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വലിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള ഒരു നിരാശയും എനിക്കില്ല. വളരെ സംതൃപ്തിയോടുകൂടി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു ആളാണ് ഞാൻ. നമ്മൾ ഈ അവസരങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ പലതരത്തിലുള്ള വീണ്ടും വിചാരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ ഒപ്പം നിന്ന് അരൂര് പോലും പിന്നീട് കൈവിടുന്ന സാഹചര്യം ഉണ്ടായി. ഏതൊരു നിലക്കൊരു സ്വയം വിശകലനം നടത്തിയിട്ടുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ സാഹചര്യം എന്നുള്ളത്? അല്ലല്ല, നമ്മളിപ്പോൾ അതിനകത്ത് കൂടുതൽ ജനങ്ങളുമായി കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിനുള്ള ഒറ്റമൂലി എന്നുള്ളതിന് സംശയം വേണ്ട. ഞാൻ ജില്ലാ കൗൺസിലിൽ മത്സരിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ, LLBക്ക് പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം പാർട്ടി എന്നെ ആലപ്പുഴയിലെ മുനിസിപ്പൽ കൗൺസിലറാക്കി, മുനിസിപ്പൽ ചെയർമാനാക്കി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു അനുഭവങ്ങളാണ്. രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുന്ന സത്യത്തിൽ അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. നമുക്കൊരുപാട് തരത്തിലുള്ള സെറ്റ് ബാക്സുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ കീറി മുറിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മയുടെ പുറത്താണെന്ന് പരാജയങ്ങളുണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഓരോ സമയത്തും നമ്മൾ ടൈം ടു ടൈം ചേഞ്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതൊന്നും കൂടി ഒന്ന് വ്യക്തത വരുത്തുകയാണെങ്കിൽ ഈ അരൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സമയത്ത് ഒരു സമയത്ത് ഷാനിമോൾ ഉസ്മാൻ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ഫലം വരുന്നതിന്റെ അവസാന നിമിഷം വരെയും ആശങ്ക നിലനിന്നിരുന്നു. ഒരുപക്ഷെ ഒപ്പമുള്ള ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ആത്മവിശ്വാസം പറയുമ്പോഴും സ്വന്തമായൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ധൈര്യക്കുറവല്ല, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ അമിതമായിട്ടുള്ള ആവേശം കാണിക്കാറുമില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും അതിന് ഞാൻ ഒരു ബാലൻസ് ചെയ്ത് പോണ ഒരാളാണ്. എനിക്ക് അങ്ങനെ വരും. നമ്മളെന്തായാലും ആ വോട്ടുകൾ എണ്ണിക്കഴിയണം. നമുക്കറിയാം എത്ര ബൂത്തുകളുണ്ട്, ഓരോ ബൂത്തിൻ്റെയും സ്വഭാവം നമുക്കറിയാം. നമുക്ക് 1000 വോട്ട് ഭൂരിപക്ഷം കിട്ടേണ്ട സ്ഥലത്ത് അവിടെ 500 കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് അനാവശ്യമായ ഒരു സന്തോഷത്തിനുള്ള വക അതിനകത്തില്ല. അപ്പോൾ എനിക്കറിയാം 1000 തന്നെ അവിടെ കിട്ടിയെങ്കിൽ മാത്രമേ
മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ ബാലൻസ് ചെയ്ത് പോവുള്ളൂ. അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഒരുപാട് ആവേശം എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിനും തോന്നാറില്ല. സ്ഥാനങ്ങൾ കിട്ടുമ്പോഴും തോന്നാറില്ല, സ്ഥാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോഴും തോന്നാറില്ല, അതല്ലെങ്കിൽ പിന്നെ വിജയിക്കുമ്പോഴും തോന്നാറില്ല, പരാജയപ്പെടുമ്പോഴും തോന്നാറില്ല. കോൺഗ്രസിനകത്ത് ഉള്ളിൽ നിന്നുള്ള പൊതുവായ എല്ലാ കാലത്തും ഒരു വിമർശനമാണ് ഒരുപക്ഷെ തോൽക്കുന്ന സീറ്റോ അതല്ലെങ്കിൽ ഇനി ജയസാധ്യത ഏതെങ്കിലും നേരിയ നിലക്ക് ഉണ്ടെങ്കിൽ അവിടെ തോൽപ്പിക്കാനുള്ള സാഹചര്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അതിനൊരു വ്യക്തിപരമായ ഇരയാണ് എന്നുള്ളതൊക്കെ അതിൽ നിനക്ക് ആശങ്ക ഉണ്ടോ എന്നുള്ളത്? ഇല്ല, ഒരു ഇരവാദവും ഇല്ല ഞാനുമായി ബന്ധപ്പെട്ട്. കാരണം അരൂരെന്ന് പറയുന്ന സ്ഥലം എത്രയോ കൊല്ലം 10-60 വർഷമായിട്ട് ഇടതുപക്ഷ സ്വഭാവമുള്ള ഇടതുപക്ഷ മുഖമുള്ളൊരു സ്ഥലമല്ലായിരുന്നു. എന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്താ കാര്യം? അത് ലോക്സഭ 2019 ലോക്സഭാ ഇലക്ഷനിൽ അവിടെ നമുക്ക് കിട്ടിയ ഭൂരിപക്ഷമാണ്. അവിടുത്തെ 38,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ MLA ആയിരുന്ന അന്നത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ആരിഫിനെ കവർ ചെയ്ത് ഏകദേശം 800 വോട്ടിനടുത്ത് കിട്ടിയത് കൊണ്ടാണ്. അപ്പം ആ 800 വോട്ടിനെ അങ്ങനെയല്ല കാണേണ്ടത്. ആ 38,000-ലധികം വരുന്ന അടിസ്ഥാന വോട്ടിനെ നമ്മൾ കവർ ചെയ്ത് വന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഞാൻ സ്ഥാനാർത്ഥിയായത്. അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയല്ലേ. പാർട്ടി അവിടെ 2000 ചില്ലാനും വോട്ടിന് അവിടെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ 1.5 വർഷം പരിപൂർണമായിട്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. ആ 1.5 വർഷം നമ്മൾ അവിടെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാതിരുന്നത് കൊണ്ടല്ല, പക്ഷെ പൊതുവെ ഉണ്ടായിട്ടുള്ള കേരളത്തിലാകമാനം ഉണ്ടായിട്ടുള്ള ഒരു കുത്തൊഴുക്കിൽപ്പെട്ട് അരൂര് നഷ്ടപ്പെട്ടതാണ്. അരൂര് നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ശുഭപ്രതീക്ഷയിൽ ഒരു മാറ്റമില്ല. ഇല്ല, ശുഭപ്രതീക്ഷ തന്നെയാണ്. അരൂര് മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ ആകെ ഹരിപ്പാട് മാത്രമല്ലേ ജയിച്ചിരുന്നുള്ളൂ. അരൂര് അടക്കമുള്ള പല മണ്ഡലങ്ങളും വലിയ വിജയപ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ കൂട്ടത്തിലുള്ളതല്ലേ. പക്ഷേ നമ്മൾ 19 തെരഞ്ഞെടുപ്പ് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന്റെ തോൽവിയും സമാനമായ രീതിയിൽ വനിത മാത്രമാണ് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. നമ്മൾ ഏതെല്ലാം രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയുമ്പോഴും തുടർച്ചയായ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും ഈ വനിതകൾ മാത്രം തോൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ സംഘടനാ മെക്കാനിസം വർക്ക് ചെയ്യാത്തതാണ്. എന്തായിരിക്കും അതൊരു പൊതുവായ ചിത്രം ഈ 2 തോൽവികളിലുണ്ടല്ലോ? അല്ലല്ല, അതിനകത്ത് ഒരു വനിതയാണ് എന്നുള്ളത് കൊണ്ടല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ്. അവിടെ വന്നിട്ടുള്ള സ്ഥാനാർത്ഥി CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്നു. രമ്യ ഹരിദാസ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് KSU യൂത്ത് കോൺഗ്രസ്സിലൂടെ കടന്നു വന്ന് ബ്ലോക്ക് പഞ്ചായത്തിലെ അനുഭവങ്ങൾ വെച്ച്, അതുമാത്രമല്ല വളരെ ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക വൈഭവമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു രമ്യ ഹരിദാസ്. പക്ഷെ അവിടുത്തെ സാഹചര്യം, അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രീകരണം ചില മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു. അവർക്ക് മറ്റ് പല മണ്ഡലങ്ങളിൽ അവിടെ ഒരു കേന്ദ്രീകരണം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ കവിഞ്ഞ് വനിതയായതുകൊണ്ട് രമ്യ ഹരിദാസ് തോറ്റു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഷാനിമോൾ ഉസ്മാന്റെ കൂടെയുള്ള സന്തത സഹചാരിയായിരുന്നു ലതിക സുഭാഷ് എന്നുള്ളത്. ഒരുപക്ഷെ അരൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നമ്മൾ ഏത് ചിത്രങ്ങൾ പരിശോധിച്ചാലും അതിന്റെ മുഴുസമയ സാമീപ്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അവർ ഒരു സമയത്ത് വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ പാർട്ടി വിടുന്നു. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പോലും അവർ പ്രതികരിക്കുന്നത് കോൺഗ്രസ് ഒരു കാലത്തും വനിതകളെ പരിഗണിക്കുന്ന സംവിധാനം ഇല്ല എന്നുള്ളതും. ഒപ്പം ഷാനിമോൾ ഉസ്മാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ സംവരണത്തിന്റെ ആനുകൂല്യം കാത്തു കിടക്കേണ്ട ഒരു ഗതികേട് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നുണ്ടോ? നമ്മൾ അകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഇതിനെ അനുകൂലിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അതിലൊതുങ്ങി പോകുന്നുണ്ടോ പ്രതികരണം എന്നുള്ളത്? അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഇപ്പോൾ ലതിക സുഭാഷ് ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയതിനു ശേഷമുള്ള സൗഹൃദമാണ്. അതിന് മുമ്പ് എത്രയോ കാലം മുമ്പ് തന്നെ കേരള വിദ്യാർത്ഥി യൂണിയനിൽ തന്നെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു പാരമ്പര്യം എനിക്കുണ്ട്. അപ്പോൾ ലതിക സുഭാഷിന് എതിർക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കകത്ത് ആർക്കും ഉണ്ട്. പക്ഷെ പിന്നെ വിമർശിച്ച രീതി ശരിയായില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഒരു പാർട്ടി ഓരോ ഘട്ടത്തിൽ നമ്മൾ ശരിയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം നമ്മളെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ ഒരു വിശാലമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് കഴിയണം എന്നില്ല. അപ്പോൾ ലതിക സുഭാഷ് എടുത്ത ആ മോഡസ് ഓപ്പറാൻഡി ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. വിമർശനം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നമുക്ക് വിമർശിക്കാം, പൊതുവിമർശനങ്ങളും നമുക്കാവാം. ഇപ്പോൾ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ രാഷ്ട്രീയ രംഗത്താണ് സ്ത്രീകൾ പിന്നോട്ട് നിൽക്കുന്നത്. കേരളത്തിലെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് കഴിവില്ലാത്ത സ്ത്രീകളുടെ കുഴപ്പം കൊണ്ട്, സ്ത്രീകൾക്ക് കഴിവില്ല എന്നുള്ളത് കൊണ്ടല്ല അത് വരുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സ് വെക്കാത്തത് കൊണ്ടാണ്. അതിപ്പോൾ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, ഏത് പാർട്ടിയിലും നോക്കിക്കോ. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദേശീയ തലത്തിലുള്ള നേതാക്കളെ തന്നെ സംഭാവന ചെയ്തിട്ടുള്ളൊരു പാർട്ടി കോൺഗ്രസ്സാണ്.
നമുക്ക് നോക്കിയാൽ അറിയാം. കോൺഗ്രസിനകത്ത് എത്ര കുറവ് വരുമ്പോഴും പാർലമെൻ്ററി തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും CPM-നൊപ്പം എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും എവിടെ, കേരളത്തിൽ. പക്ഷെ പൊതുവായിട്ട് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നയം അതല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാലത്തും പറയുന്നത്. കാരണം നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഈ 50% സംവരണം ആരാ കൊണ്ടുവന്നത്? 33% സംവരണം ആരാ കൊണ്ടുവന്നത്? അതിനകത്ത് ഇടതുപക്ഷ പാർട്ടികൾക്കോ മറ്റാർക്കെങ്കിലും BJP-ക്കോ വല്ല അവകാശവാദം ഉന്നയിക്കാൻ പറ്റുമോ? പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ കോൺഗ്രസിന്റെ ഒരു കഴിഞ്ഞൊരു 50 വർഷം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു തലയെടുപ്പുള്ള വനിതാ കോൺഗ്രസ് നേതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ആരെ എണ്ണാൻ കഴിയുമെന്ന് പറയുന്നൊരു ആശങ്ക ഉണ്ടല്ലോ. അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട ഒരു സംവിധാനം പൂർണ്ണമായി തന്നെ തഴഞ്ഞതുകൊണ്ടല്ല. അതിനകത്ത് തഴയുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു കൺസിസ്റ്റൻസി നമുക്കും ഉണ്ടാവണം. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഓർക്കും, രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാവരും ഇങ്ങനെ വിമർശിക്കുന്ന കാണാം. ആ വിമർശനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമാണോ അതിനുള്ള അർഹതയുള്ളത്? സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ളവർക്കും അല്ലേ പൊതുവിമർശനത്തിനുള്ള വിമർശിക്കപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ എന്ത് നോക്കിയാലും ജനങ്ങളുടെ ഇടയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ കഷ്ടപ്പാടാരും കാണുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആ കഷ്ടപ്പാടും കൂടി ഉൾക്കൊണ്ട് വേണം അത് പറയാൻ. ഇപ്പോൾ ഒരുപാട് കാലഘട്ടങ്ങളിൽ നമുക്ക് നോക്കുമ്പോഴും പിന്നോട്ട് നോക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റും വനിതാ നേതാക്കൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് പൊതുരാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സ്ത്രീകൾ കുറവാണ്. നമുക്കത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒട്ടേറെ നേതാക്കന്മാരുടെ പേരിപ്പോൾ ഈ സമയത്ത് പറയാൻ കഴിയാത്തത്. അഭിപ്രായം പറയാം, നമുക്ക് പാർട്ടിക്കകത്ത് വിമർശനങ്ങളാവാം, നമുക്ക് വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകൾ അത് പാർട്ടിയെ പറയാൻ അത് ചിലപ്പം അംഗീകരിക്കാം, ചിലപ്പോൾ അത് നിരാകരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടോ? CPM-ൽ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം ഞങ്ങളോട് ചോദിക്കുന്ന പോലെ ഇത്ര സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് CPM-ൽ ഒരാളോട് വിളിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? പലപ്പോഴും ഷാനിമോൾ ഉസ്മാൻ പൊതുവേദികളിലും അതുപോലെ ഈ സാംസ്കാരിക സദസ്സുകളിലൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെ മാറി ചിന്തിക്കണമെന്ന നിലക്ക് ഈ വളരെ പേരെടുത്ത് തന്നെ കോൺഗ്രസിനെ തന്നെ ആ കാര്യത്തിൽ വിമർശിക്കാറുണ്ട്. അത് തന്നെ ഞാൻ ആവർത്തിച്ചതും കോൺഗ്രസ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ സ്ത്രീ പക്ഷ നിലപാടുള്ള ഒരു പാർട്ടി കോൺഗ്രസ് തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷേ പുരുഷാധിപത്യം കൂടുതലുള്ളത് രാഷ്ട്രീയത്തിലാണ്. അത് കേരളത്തിലെ ഏത് പാർട്ടിയിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയ ഒരു സദസ്സ്, ഒരു വലിയൊരു വേദി, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ വേദിയിൽ എത്ര പേരുണ്ടാവും, സദസ്സിൽ എത്ര പേരുണ്ടാവും? സ്ത്രീകൾ. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരണം. നമ്മൾ തുല്യത എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അത് കൂടുതൽ പേരെ കൊണ്ടുവരാൻ ഉള്ളൊരു മനസ്സിൽ രാഷ്ട്രീയ നേതൃത്വം കാണിക്കണം. അതുപോലെ കൂടുതൽ ആളുകളും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം അവരും ചെയ്യുന്നല്ലേ. ഈ കോൺഗ്രസിലെ ഒരു വനിതാ മുസ്ലിം നേതാവ് എന്ന നിലക്ക് ആ ഒരു ഐഡന്റിറ്റി സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്ന ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ്? അല്ല, അതൊന്നും സത്യത്തിൽ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിലാണ് വേണമെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാലഘട്ടം അതൊക്കെയായിരുന്നു. പക്ഷെ അന്ന് തന്നെ എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലുള്ളവരും, എൻ്റെ വാപ്പ ഉമ്മ, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ്, എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ ഇൻലോസ്, അതിനുശേഷം എൻ്റെ മക്കൾ, അതിനുശേഷം എൻ്റെ മരുമകൻ, അതിനുശേഷം എൻ്റെ കൊച്ചുമകൻ അടക്കമുള്ളവർ എന്നെ എന്നും എനിക്കെന്നും പിന്തുണ നൽകി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ കോൺഗ്രസ് പാർട്ടി അത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളിലൂടെയൊന്നും ഒരാളെയും കാണുന്ന ഒരു പാർട്ടിയല്ല. അങ്ങനെ ഒരു പ്രശ്നമേ എനിക്കുണ്ടായിട്ടില്ല. എല്ലാ കാലത്തും നമ്മളൊക്കെ പോകുന്ന പാർട്ടിയുടെ പ്രചരണ മേഖലയിലാണ് എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ മേഖലയിലൊക്കെ തന്നെ വിടുന്നത് ഈ പാർട്ടി ആയതുകൊണ്ടല്ലേ. അതിനകത്ത് വേറെ എന്താ അതിർവരമ്പോ? ഒരു അതിർവരമ്പും ഇല്ല. സമൂഹത്തിലേക്ക് വരുമ്പോൾ സമൂഹത്തിൽ വലിയ ആക്സെപ്റ്റൻസാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ശരിയാണ്, യാഥാസ്ഥിതികമായി ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വരിക എന്ന് പറയുന്നതൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറിയല്ലോ. എല്ലാവരും രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്ത്രീകളുടെ തുല്യതയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളവരാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയ ഇടപെടലുകളെ കൃത്യമായി അംഗീകരിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ നോക്കൂ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മത്സരിക്കുകയല്ലേ. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിലുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് നമ്മൾ സമീപിക്കുന്നത്. അദ്ദേഹത്തെ പോലെ നേതൃനിരയിൽ സജീവമായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അഭാവം കോൺഗ്രസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത്? അല്ല, കോൺഗ്രസ് എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്.
അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം, അതിനൊന്നും അത് മറന്നുകൊണ്ട് ഒരു ദിവസം പോലും കോൺഗ്രസിൻ്റെ ഇത് കടന്നു പോകാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും മരണമെന്ന് പറയുന്നത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഇന്നും വിശ്വസിക്കാൻ പല കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ആഗ്രഹിക്കുന്നില്ല. നമ്മളെവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാളെങ്കിലും ഒരു കുടുംബത്തിൽ കാണുമെന്നുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും അതൊരു വിടവ് തന്നെയാണ്. പക്ഷേ ആ വിടവുകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടും കോൺഗ്രസിന് പിന്നോട്ട് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇന്നത്തെ നേതൃത്വം കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് ഇപ്പോൾ നിലവിലുള്ള പ്രവർത്തന ശൈലിയിൽ നിന്ന് അനിവാര്യമായ ഏതെങ്കിലും ശൈലി മാറ്റങ്ങൾ കുറേ കൂടി ജനങ്ങളുമായി ബന്ധപ്പെടാൻ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് സജഷൻ ഉണ്ടോ? അല്ല, കോൺഗ്രസ് 100% പ്രതീക്ഷയിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും. ഞാനിപ്പോൾ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ. കാരണം കോൺഗ്രസ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ട്. ഈ മിഷൻ 25 സത്യത്തിൽ മിഷൻ 26 മെർജ് ചെയ്യുകയാണ്. ഞാൻ അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അക്കാഡമിക്കായിട്ട് രാഷ്ട്രീയം കാണുകയും അതിലെ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹവും മറ്റു നേതാക്കളും കൂടി ആലോചിച്ച് തന്നെയാണ് ഈ മിഷൻ 25 കൊണ്ടുവന്നത്. മിഷൻ 25 26 മെർജ് ചെയ്യുക എന്ന് പറയുമ്പം ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ അവസ്ഥ പറയണ്ടല്ലോ. ഇന്ന് ആ മുന്നണിക്കകത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏത് രീതിയിലാണ്, PM ശ്രീയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ഒരു തട്ടിക്കൂട്ട് മുന്നണിയായിട്ട് ഇടതുമുന്നണി മാറി. 9.5 വർഷം കേരളം ഭരിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് ജനങ്ങളുടെ മുന്നിൽ ഒരു ക്രെഡൻഷ്യൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ആശാവർക്കർമാരുടെ സമരം 8.5 മാസക്കാലം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ട് ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് വിളിച്ചിട്ട് അവർ ചർച്ച നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അവിടെയൊക്കെയാണ് കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രസക്തി. ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ, അവർ നിരന്തരമായിട്ട് ഈ സമരങ്ങളിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100ലധികം സീറ്റോടെ അധികാരത്തിൽ വരുമെന്ന് UDF നേതാക്കൾ ഓരോ ദിവസവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ. നിങ്ങൾക്ക് അതിലേക്കൊരു വ്യക്തത വരുത്തി എത്രത്തോളം പ്രതീക്ഷ നൽകേണ്ടതാണ്? അല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയം തന്നെ അതിനൊരു വലിയ കാര്യമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ആരെയൊക്കെയാണ് കോൺഗ്രസ് നേരിട്ടത്, UDF നേരിട്ടത്? CPM-നെ നേരിട്ടു, BJP-യെ നേരിട്ടു, CPM-ഉം BJP-യും കൂടിയുള്ള ഒരു മുന്നണിയെ നേരിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുകയല്ലേ, അത്തരം വലിയ സംവിധാനങ്ങളെ നേരിട്ടു. അങ്ങനെയുള്ള പല സംവിധാനങ്ങളെ നേരിട്ടിട്ടും കേരളത്തിൽ എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ വലിയ വിജയം ഉണ്ടാക്കിയത്? ചെറിയ വോട്ടിന് വല്ലതാണോ ജയിച്ചിട്ടുള്ളത്? ഓരോ സ്ഥാനാർത്ഥികളും ലക്ഷക്കണക്കിന് വോട്ടിനാണ്. വോട്ട് പാറ്റേൺ അതും രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണല്ലോ. അന്നും എന്താ കോൺഗ്രസ് പറഞ്ഞത്? കോൺഗ്രസും UDF-ഉം ജനങ്ങളുടെ മുന്നിൽ അന്നും പറഞ്ഞത് എന്താ? ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വിലയിരുത്തൽ, ഇത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യം. ഇവിടെ നടന്നിട്ടുള്ള ബൈ ഇലക്ഷൻസിലോ, ഈ ബൈ ഇലക്ഷനുകളിൽ എങ്ങനെയാണ് ജയിച്ചത്? ആ ഏറ്റവും അവസാനം നിലമ്പൂരിലെ ബൈ ഇലക്ഷനിലടക്കം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സംശയമൊന്നും വേണ്ട, 2026 മെയ് മാസത്തിൽ വരാൻ പോകുന്ന ഗവൺമെൻറ് കോൺഗ്രസ് നയിക്കുന്ന UDF ഗവൺമെൻറ് തന്നെ. ആരായിരിക്കണം മുഖ്യമന്ത്രി? അല്ല, അങ്ങനെ ആ ചാതുര്യത്തിൽ ആർക്കും മുഖ്യമന്ത്രിയാകാം. ഇതിനകത്ത് കോൺഗ്രസിനകത്ത് അങ്ങനെ മുഖ്യമന്ത്രി ഇന്നയാളാണ്, ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി വോട്ട് നൽകൂ എന്ന് പറയുന്ന ഒരു പതിവില്ലല്ലോ. തീർച്ചയായിട്ടും കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഹൈക്കമാൻഡുണ്ട്. ഹൈക്കമാൻഡ് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പല പ്രോസസ്സുണ്ട്. നിയമസഭാ കക്ഷിയിലെ അംഗങ്ങളുടെ അഭിപ്രായമടക്കം തേടിക്കൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്തായാലും കേരളത്തിലുണ്ട്. ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഒരു നേതൃമികവ് കൂടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.
ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF വിശിഷ്യ കോൺഗ്രസിന് ഒരാൾ ഇത് നയിക്കാൻ ആൾ വേണമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ. അത് സത്യത്തിൽ ഒരു ഏകാധിപത്യ സ്വഭാവമല്ലേ CPM കാണുന്നത്? പിണറായി വിജയനോട് എതിർപ്പുള്ള ആളുകളായിരിക്കും ഈ പാർട്ടിയിലില്ലേ? എന്താണ് അവരൊക്കെ സത്യത്തിൽ? ഒരു മുഖ്യമന്ത്രി ഇത്രയേറെ സംശയത്തിൻ്റെ നിഴലിലായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ നിഴലിലായിട്ടുള്ള സംശയത്തിൻ്റെ നിഴലിലായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? മകൾക്കെതിരെയുള്ള കേസുകൾ, മകനുമായി ബന്ധപ്പെട്ട് സമൻസ് വന്ന കേസുകൾ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്ന കാര്യങ്ങൾ, തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന നിരവധി ആളുകളുമായി ബന്ധം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കല്ലേ ഇവിടെ. അപ്പോൾ അതൊരു ഏകാധിപത്യ സ്വഭാവം, ഏകാധിപതികൾക്കൊക്കെ ഉള്ള സ്വഭാവങ്ങളുണ്ട്. അവർ മറ്റുള്ളവരെ അഭിപ്രായം പറയാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതൊന്നാമത്തെ കാര്യമാണ്. കോൺഗ്രസ്സിന് അങ്ങനെ പറ്റുമോ? കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ്സിനകത്ത് അഭിപ്രായം പറയാം, സ്വതന്ത്രരായിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ്. ഇത് ജനാധിപത്യ പാർട്ടിയാണ്. ഏകാധിപത്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ CPM-ഉമായിട്ട് ഇത് തുലനം ചെയ്യേ വേണ്ട. അവർ ഏകാധിപതികളുടെ, അപ്പോൾ അതിനകത്ത് തീരുമാനം എടുക്കും. അല്ലാത്തവരെ അരിഞ്ഞു വീഴ്ത്തും. ചിലപ്പോൾ 56 വെട്ടി കൊന്നെന്നിരിക്കും അഭിപ്രായം പറഞ്ഞാൽ. അങ്ങനെ പല ഭീഷണിപ്പെടുത്തിയാണ് അതിനകത്ത് ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിനകത്ത് നല്ല ജനാധിപത്യമുണ്ട്, നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. സാമുദായിക സംഘടനകളുമായുള്ള കോൺഗ്രസിൻ്റെ ഒരു അകലം ഏതെങ്കിലും നിലയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ SNDP ആണെങ്കിലും NSS ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും ഒക്കെ ഇതിനെ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആര് പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്? ചിലപ്പോൾ NSS അവർ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ക്രൈസ്തവ സഭകൾ അത് പരസ്യമായി തന്നെ പറയുന്നുണ്ട്. NSS ഒക്കെ അങ്ങനെ നമ്മളൊന്ന് ആലോചിക്കും. നമ്മൾ അതിൻ്റെ ഓരോ എപ്പോഴത്തെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതിൽ വിശകലനം ചെയ്യരുത്. നമ്മൾ NSS ഒക്കെ എല്ലാ കാലത്തും അവർ സമദൂര സിദ്ധാന്തം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവന്നു. അതിനകത്തുള്ള പൊള്ളത്തരങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസും UDF-ഉം അത് എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, അതൊക്കെ തന്നെയാണല്ലോ ഈ തട്ടിപ്പുകളുടെ വലിയ പരമ്പര തന്നെ പിന്നെ കേരളത്തിൽ വെളിച്ചത്ത് വരാനുള്ള കാരണങ്ങൾ. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. 2018 അന്നത്തെ നാമജപ ഘോഷയാത്രയിൽ കേസെടുത്തവരുടെ ആ കേസ് പിൻവലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. അപ്പോൾ യഥാർത്ഥ വിശ്വാസികളല്ല അയ്യപ്പ സംഗമം നടത്തിയെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെയും പൊസിഷൻ. അതാണല്ലോ സംഭവിക്കുന്നത്. മന്ത്രിയായാലും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായാലും അംഗങ്ങളായാലും പൂർണ്ണമായിട്ടും വിശ്വാസമുള്ളവരായിരിക്കണം. അപ്പോൾ ഏത് മതവിശ്വാസികൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ വിശ്വാസമില്ലാത്തവർ ചെന്ന് അവരെ കളിയാക്കുകയും പിന്നെ അവരെ അപഹരിക്കുകയും അങ്ങനെ സ്വർണം കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. NSS അയ്യപ്പ സംഗമത്തിനോട് യോജിച്ചു എന്നുള്ളതിനപ്പുറമായിട്ട് NSS എന്താ പറഞ്ഞിട്ടില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. സമദൂര സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞു. സമദൂരത്തിലെ ശരിദൂരം അല്ലല്ല, അതിനകത്ത് അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആ പ്രത്യേക ഒരു കാര്യത്തിന്മേലുണ്ടായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ നിലപാട് അത് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും. SNDP ആണെങ്കിലും അദ്ദേഹം ഇതിപ്പോൾ SNDP-യുടെ അത് ഏതെങ്കിലും ഒരു വ്യക്തി അഭിപ്രായം പറയുന്നു എന്നുള്ളതിനായിട്ട് അപ്പുറമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള സാമുദായിക സംഘടനകളാണ് ഇതൊക്കെ. ക്രിസ്തീയ മിഷണറിമാരും അതുപോലെ തന്നെ അവരും അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവന രംഗത്തുമൊക്കെ നമുക്ക് മാറ്റിയെടുത്താൻ പറ്റും. അവരാരും കോൺഗ്രസിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് എല്ലാ സമുദായങ്ങളുമായിട്ടും നല്ല സഹവർത്തിത്വം പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ തന്നെ SNDP-യുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ VD സതീശൻ അദ്ദേഹം പറയുന്നത് വർഗീയതയാണ് എന്ന് നാൾക്ക് നാൾ അത് ആവർത്തിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തെ പ്രശംസിക്കാനും അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. ഇതൊരു തരം കോൺഫ്ലിക്റ്റ് ആണ്. ഇതോടൊപ്പം തന്നെ ഇപ്പൊ ഷാനിമോൾ ഉസ്മാനിക്ക് ആലപ്പുഴയിലെ സാഹചര്യം കൃത്യമായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞാൽ അത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള ആശങ്ക കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ടോ എന്ന്? അല്ല, അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത്. ആ സംഘടനയെ കുറിച്ചാണ് നമ്മൾ ജനറൽ സെക്രട്ടറിയാണ്. സംഘടനയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സംഘടനയ്ക്ക് കൃത്യമായിട്ട് ലക്ഷ്യബോധമുണ്ട്. അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളി പറയാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ തള്ളി പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർത്ത് പറയുന്നു ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആ സംഘടന SNDP എന്ന് പറയുന്ന സംഘടനയ്ക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ ഒരുപാട് ഇടപെടലുകളുള്ളൊരു സംഘടന തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനെ
തള്ളിപ്പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആ പറയുന്ന ഞാൻ പറയാം, ആശയങ്ങളെ അത് എതിർക്കാൻ വ്യക്തികളോ തയ്യാറാണോ? അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഘടന എന്ന് പറയുമ്പോൾ ആ സംഘടനയുടെ ആശയങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ആ സംഘടനയുടെ ആശയങ്ങളെ സംബന്ധിച്ച് വ്യക്തികൾ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്നുള്ളതിനെ നമ്മൾ അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നതിനപ്പുറമായിട്ട് ആ സംഘടന ഈ കേരളത്തിൽ എത്രത്തോളം പ്രസക്തമാണ്, ആ സംഘടനയിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോ രണ്ട് വ്യക്തികളോ മാത്രമല്ല, അല്ലെങ്കിൽ 3 വ്യക്തികളോ മാത്രമല്ല, ആ സംഘടനയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആ സംഘടന ഉയർത്തുന്ന മുദ്രാവാക്യമെന്ത്? സമത്വത്തിന് വേണ്ടി തന്നെയാണ് അവർ നിൽക്കുന്നത്. ഈ 2024 നമ്മളെ പിടിച്ചുലുക്കിയ പ്രധാനപ്പെട്ട ഒരു ആഘാതമായിരുന്നു വയനാട് ദുരന്തം. അതെ. അതിൽ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് അടുത്ത മാസം ഡിസംബറിൽ അവർ കൈമാറുമെന്നാണ് സർക്കാരിൻ്റെ വാദം. അവിടുത്തെ പണി പുരോഗമിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിനെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പിരിച്ച പണം എവിടെയാണ്? എന്താണ് അതിൻ്റെ സ്ഥിതി? ഈ പുനരധിവാസം സാധ്യമാവുമോ എന്ന്? അല്ല, ഒരു കാര്യം പറയട്ടെ, ഒരു കോൺഗ്രസിൻ്റെ പ്രഖ്യാപനങ്ങളും കോൺഗ്രസ് ഇത് സംബന്ധിച്ച് പണം പിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി തന്നെ കോൺഗ്രസ് അവിടെ കൊടുത്തിട്ടുള്ള ഈ പണമെന്ന് പറയുന്നത് കർണാടക ഗവൺമെൻറ് കൊടുത്ത പണത്തെക്കുറിച്ച് പറഞ്ഞു. അത് ആരുടെ ഇടപെടൽ കൊണ്ട് കൊടുത്തത്? ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്ന പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗ് കൊടുക്കുന്ന വീടിൻ്റെ പണികളുമായി ബന്ധപ്പെട്ടും പല മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞ് അതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് കൃത്യമായ കണക്ക് സൂക്ഷിച്ചുകൊണ്ട് ആ വീടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. സർക്കാരിന് കഴിഞ്ഞിട്ടില്ലേ ഇപ്പോൾ? അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും ദിശാബോധത്തോടു കൂടി അത് പൂർത്തിയാക്കുമെന്ന് പറയുന്നില്ലേ? കോൺഗ്രസ് കൃത്യമായി അത് പൂർത്തിയാക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1000 വീട് KPCCയുടെ കാര്യം പറഞ്ഞ് ഇവിടെ കുറേ ചർച്ച നടത്തിയത്. എന്തൊരു ചർച്ചയായിരുന്നു! ഇവിടെ പോയാലും 1000 വീട്, 1000 ഒക്കെ എന്നേ കഴിഞ്ഞു. KPCC 1000 വീട് വെച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ള വലിയ ചോദ്യങ്ങൾ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ MM ഹസനാൻ തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം എന്നേ 1000 വീടൊക്കെ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ആർക്കും ആശങ്ക വേണ്ട. കോൺഗ്രസ് അത് കൃത്യമായി തന്നെ പൂർത്തീകരിക്കും.